ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാറ്റ്ലിയ ഓർക്കിഡിൻ്റെ സെയിൽ വീഡിയോ ആണ്. നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാറ്റ്ലിയാസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ക്യൂൻ ഓഫ് ഓർക്കിഡ്സ് ആണ് നമ്മുടെ കാറ്റ്ലിയ എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റ്ലിയ ഓർക്കിഡിൻ്റെ വലിയൊരു കളക്ഷനൊന്നും എൻ്റെ അടുത്തില്ല. വളരെ കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളൂ കാറ്റ്ലിയ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ വല്ലപ്പോഴും മാത്രം ഫ്ലവർ ചെയ്യുന്നതുകൊണ്ട് ഡെൻഡ്രോബിയത്തിൻ്റെയോ ഫെലനോപ്സിസിൻ്റെയോ അത്രയൊന്നും പ്രിയം തോന്നിയിട്ടില്ല മുൻപ് എന്നുള്ളതാണ് കേട്ടോ സത്യം. പക്ഷേ നമ്മുടെ കാറ്റ്ലിയ ഓർക്കിഡിൻ്റെ ആ ഒരു കളർ വൈവിധ്യവും ആ ഒരു പൂക്കളുടെ സൈസൊക്കെ നേരിട്ട് കാണാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ കാറ്റ്ലിയ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ നമുക്ക് വരുന്ന ബാലൻസ് പ്ലാന്റുകളിൽ ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ പേഴ്സണൽ കളക്ഷനിലേക്ക് കാറ്റ്ലിയ വേണം എന്ന് തോന്നി തുടങ്ങി കേട്ടോ. കാരണം വർഷത്തിൽ 1-2 തവണയാണ് നമ്മുടെ കാറ്റ്ലിയ ഫ്ലവർ ചെയ്യുന്നതിന് കൂടി പൂവിൻ്റെ വലിപ്പം കളർ കോൺട്രാസ്റ്റ്, അതായത് നല്ല യെല്ലോവും റെഡൊക്കെ കൂടിയിട്ടുള്ള കോമ്പിനേഷൻ വരുന്ന പൂക്കളും അതിൻ്റെയൊക്കെ ഒരു ഭംഗി കാറ്റ്ലിയ വേറെ നമ്മുടെ ഓർക്കിഡുകൾക്ക് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയും ഭംഗിയുള്ള കാറ്റ്ലിയ നമ്മുടെ പേഴ്സണൽ കളക്ഷനിലേക്ക് തീർച്ചയായിട്ടും വയ്ക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്നൊക്കെയാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ്. അപ്പോൾ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് തന്നെ പ്ലാന്റിൻ്റെ സൈസിൽ വ്യത്യാസമുണ്ട്. ചില പ്ലാന്റുകൾ നല്ല ബുഷിയായിട്ട് വലിയ പ്ലാന്റുകളാണ്, ചില പ്ലാന്റുകൾ സൈസ് കുറഞ്ഞ പ്ലാന്റുകളാണ്. അപ്പോൾ ദേ ഇവിടെ മുതലാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വന്നിട്ട് ഇപ്പോൾ കാറ്റ്ലിയ ആണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കാറ്റ്ലിയയുടെ മാത്രമായിട്ട് കാറ്റലോഗോ ഫോട്ടോസോ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വെറൈറ്റിയും അല്ല കേട്ടോ, നമുക്ക് വർഷത്തിൽ ഒരു 4-5 തവണ ഫ്ലവർ ചെയ്യുന്ന എപ്പി കാറ്റ്ലിയ എന്ന് പറഞ്ഞ വെറൈറ്റീസ് ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ ചെയ്യും. നമ്മുടെ മെയിൻ കാറ്റ്ലിയ ആണ് വർഷത്തിൽ 2 തവണ 3 തവണയൊക്കെ ഫ്ലവർ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് പൂക്കളുടെ വലിപ്പം ഇതൊക്കെ അസാധ്യമായ ഭംഗിയുള്ള തന്നെയാണ്. ഒരു ബാച്ചിലെ പ്ലാന്റുകൾ നമ്മളൊരു കസ്റ്റമർക്ക് പാക്ക് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാറ്റ്ലിയ അവൈലബിൾ ആണോന്ന്. അപ്പോൾ അന്നേരം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് നല്ല വെറൈറ്റീസ് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാന്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓരോ പ്ലാന്റും എടുത്ത് കാണിക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓർഡർ ചെയ്തതിന് ശേഷം പ്ലാന്റ് പാക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും തന്നെ നമ്മൾ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും. ഏത് പ്ലാന്റാണോ നമ്മൾ പാക്ക് ചെയ്യുന്നത് ആ ഒരു പ്ലാന്റ് തന്നെ നമ്മൾ കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. റിപ്ലൈ ഒരു ഇത്തിരി വൈകിയാലും ആരും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.